ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പ് ധ്യാന ചിന്തയുടെ 15-ാം ദിവസമായ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഈ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷപാതക്കാരനെ യേശു സുഖപ്പെടുത്തുന്നതാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ രണ്ട് ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ മുൻനിർത്തി നമ്മൾ വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പക്ഷപാതക്കാരന്റെ സുഹൃത്തുക്കളുടെ വിശ്വാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം കൊണ്ട് സൗഖ്യമാക്കാനും രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് ദൈവത്തിന് കഴിയുമെന്നതാണ് ഈ ദൈവവാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വാതിൽക്കൽ പോലും ഇടമില്ലാത്ത വണ്ണം ജനം തിങ്ങി നിന്നപ്പോഴും അവരുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു. എബ്രായർ 11:1 ഇങ്ങനെ പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അസാധ്യമായി തോന്നിയിടത്ത് അവരുടെ വിശ്വാസം തന്നെയാണ് മേൽപ്പൂര പൊളിച്ച് അവനെ യേശുവിന്റെ അടുക്കൽ ഇറക്കി വെക്കുവാൻ അവന്റെ സുഹൃത്തുക്കളെ സഹായിച്ചത്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷപാതക്കാരന്റെ വിശ്വാസവും അയാളുടെ സുഹൃത്തുക്കളുടെ അചഞ്ചലവും ആഴമേറിയ വിശ്വാസവുമാണ് അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നത്. രണ്ടാമതായി, പാപം മോചിക്കുന്ന യേശുവിന്റെ അധികാരത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കും. ഇവിടെ പക്ഷപാതക്കാരന്റെ പശ്ചാത്താപമാണ് യേശുവിനെ അവന്റെ പാപം ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ആത്മീയമായി തളർവാദം പിടിപെട്ട നമ്മുടെ മനസ്സുമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പാപങ്ങളുടെ മൂർച്ഛമായ ഭാവം നമ്മെ ശാരീരികമായി തളർത്തുകയും ബന്ധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. പക്ഷപാത രോഗിയെ പോലെ രക്ഷ അതിന്റെ പൂർണ്ണതയിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.